പൊന്നൂസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പൊ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഒരു റെസിപ്പി ആയിട്ട്. എന്താണെന്നറിയാം, ബീഫ് കുറുമ. അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് അതിന്റെ ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം കേട്ടോ. ബീഫ് എല്ലോട് കൂടിയ ബീഫാണ്. ഇതൊരു കിലോ ഉണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന സാധനങ്ങള് കുറച്ച് ചെറിയ ഉള്ളി ഉണ്ട്, അത് മുഴുവനായിട്ടുള്ളതാട്ടോ, അരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ കറിവേപ്പില, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി. പിന്നെ പൊടി മസാലയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കൂല, അപ്പം അതിന് പകരമാണ് പച്ചമുളകും കുരുമുളക് പൊടിയും ഉപയോഗിക്കുന്നത്. ബാക്കി വഴിയെ കാണിച്ചു തരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം അടുപ്പ് കത്തിച്ച് കുക്കർ ചൂടാക്കാൻ വെക്കാം. ഞാൻ കുക്കറിലാണ് കേട്ടോ ഈ കറി ചെയ്യുന്നത്. കുക്കറിൽ ചെയ്യുന്ന കുറച്ചും കൂടെ എളുപ്പം. അപ്പൊ കുക്കർ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന കുറച്ചും കൂടെ ടേസ്റ്റ്. വെളിച്ചെണ്ണ നമ്മുടെ ആവശ്യത്തിന് ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്കാണ് ബാക്കി പണി. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഒരു 2-3 പീസ് പട്ട, പിന്നെ കാണുന്നുണ്ടോന്നറിയത്തില്ല, ഏലക്കായ, ഗ്രാമ്പൂ, ഇതെല്ലാം കൂടെ ഇടണേ. ഇതെന്റെ സ്പെഷ്യലാണ് കേട്ടോ. അത് ഇടുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അത് പൊട്ടും വല്ലാണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, സവോള ഇടാം. സവോള ഇത് ഫുള്ളിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ കാണുന്ന നിങ്ങൾ വിചാരിക്കണ്ടേ. ഇതൊക്കെ നന്നായിട്ട് വേകും. ഇത് മൊത്തത്തിൽ ഇട്ടിട്ട് ഇത് തൊടാൻ കഴിയും, പുകയും കഴിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് മനസ്സിലായില്ലേ? ചെറിയ ഉള്ളി, പച്ചമുളക്, സവോള, കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പൊടിയുപ്പ് വേണേൽ പൊടിയുപ്പ് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് പിന്നെ ഈ ഉള്ളി ഒക്കെ നന്നായിട്ട് വഴന്ന് ബ്രൗൺ നിറം ആവുമൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് ബീഫ് വേകാൻ ഒരു 5 വിസിൽ 6 വിസിലെങ്കിലും വേണ്ടി വരും. അപ്പൊ ആ സമയം കൊണ്ട് തന്നെ ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് വെന്തടിഞ്ഞു വരും. അപ്പൊ ഒരുപാട് വഴറ്റിയിട്ട് സമയം കളയൊന്നും വേണ്ട. ഇതെങ്ങനെ വെക്കാം കേട്ടോ. കുറുമ വെക്കുമ്പോൾ ആദ്യം നമുക്ക് കുക്കറിൽ പിന്നെ ബീഫ് മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. മഞ്ഞപ്പൊടി, ഉപ്പും കുരുമുളക് പൊടി, കുറച്ച് ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട്. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല, എനിക്ക് ഇതാ കുറച്ചും കൂടെ എളുപ്പം. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് പണിയും വേഗം കഴിയുമല്ലോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാം കേട്ടോ. അതും ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകണം. പച്ച ടേസ്റ്റ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറി വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പം ഇതൊക്കെ ഇവിടെ വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യാം, തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇത് 2 തക്കാളിയാണ്. 2 തക്കാളിയും കൂടെ ഉണ്ട്. ഇതുണ്ട്. ഇത് തക്കാളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മസാല ചേർത്ത് കൊടുക്കാം.
നമുക്ക് മസാല ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റും. അപ്പം മസാലയൊക്കെ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം മസാലയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി മാറ്റി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് ഇടാം കേട്ടോ. ബീഫ് ചേർത്ത് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യുള്ള ബീഫാണ് അത്രയും നല്ലത്. ഇതിന് വലിയ നെയ്യൊന്നുമില്ല. ഇത് നന്നായിട്ട് യോജിപ്പിക്കും. ഇനി കുറച്ച് തീ കൂട്ടി വെക്കാം കേട്ടോ. ഈ മസാലയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തീ കത്തണം എന്നൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം ഇതിൽ വെച്ചാൽ മതിയേ. ചിലപ്പം മസാലപ്പൊടിയൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിച്ചു പോകും. കട്ടിയില്ലാത്ത കുക്കറൊക്കെയാണ് അടി പിടിക്കും. ഇതിങ്ങനെ വഴറ്റുന്ന എന്നാന്ന് വെച്ചാൽ ബീഫേലോട്ട് മസാല ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പം ഏകദേശം സെറ്റാവും. ഇത് നന്നായിട്ട് വഴന്നു വന്നു. മസാലയൊക്കെ പിടിച്ചെന്ന് കരുതുന്നേ. നോക്കാനൊന്നും പറ്റൂല. ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, 2-ാം പാൽ എടുത്തിട്ട് ഒഴിക്കുക. അതായത് നല്ല പച്ച തേങ്ങയുടെ പാല്, 2-ാം പാലായിട്ട്. 2-ാം പാൽ ഇത്രയും ഉണ്ട് കേട്ടോ. അത് ഇത് വേകാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങും എന്തായാലും. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണേ. ഉപ്പ് ഇല്ലെങ്കിൽ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മൂടി വെച്ച് ഒരു 5-6 വിസിൽ വരെ. ഓരോ സ്ഥലത്തെ ബീഫ് ഓരോ വേവായിരിക്കും. അപ്പോൾ ആ വേവിനനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പം നമുക്ക് കൃത്യമായിട്ട് പറയൂല. എന്തായാലും എനിക്കിവിടെ കിട്ടുന്ന ബീഫ് നല്ലതായതുകൊണ്ട് ഒരു 5 വിസിലടിച്ചാൽ വെന്ത് കിട്ടും. അപ്പം ഇത് വേവിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതപ്പോൾ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തീ ഒരു മീഡിയം സൈസിൽ ഇട്ടാൽ മതി. ഫുള്ള് കത്തിക്കണ്ട. മീഡിയം സൈസിൽ ഇട്ടിട്ട് ഒരു 5 വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫാക്കിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊഴിക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് ചെറിയുള്ളി, അണ്ടിപ്പരിപ്പും കറിവേപ്പിലയും കൂടി നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കും. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി നമ്മൾ ബീഫിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ. തുറക്കാവേ. തുറന്നു കഴിഞ്ഞിട്ടാ ഞാൻ തുറക്കാമെന്ന് പറഞ്ഞല്ലേ, സോറി. ഇതാണ് അവസ്ഥ. ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയുണ്ട്. അപ്പം ഇത് നോക്കാം. ഇളക്കി നോക്കി. അപ്പം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. തീ കത്തിയിട്ടുണ്ട്.
നന്നായിട്ട് തിളക്കട്ടെ. ഉപ്പുണ്ടോ നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ട്. നന്നായിട്ട് തിളച്ച് വെട്ടി തിളയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റിലത്തെ പാൽ ഒഴിച്ചു കൊടുക്കും. ഇപ്പൊ ഇത് ആവശ്യത്തിന് ചാറുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുക ഫസ്റ്റ് പാലും കൂടി ഒഴിക്കുമ്പോൾ ഓവർ ചാറായി പോവില്ലെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നുമില്ല, കട്ടിപ്പാലായോണ്ട് അത് ഇരുന്ന് കുറുകിക്കോളും. ഫസ്റ്റ് പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ഒരു ചെറിയൊരു ഇത് വരുമ്പോഴത്തേനും നമ്മൾ ഓഫാക്കി ഇടണം. ആ ചൂടിൽ അവിടെ ഇരുന്നോളും, അങ്ങനെ കുറുകി വരും. നമുക്കിവിടെ പിന്നെ പൊതുവെ എന്തൊരു സാധനം കഴിക്കുമ്പോഴേ അതിൻ്റെ കൂടെ കുറച്ച് ചാറ് വേണം കേട്ടോ. അപ്പൊ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് ചാറോട് കൂടിയിട്ടാ വെക്കുക. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് പാല് ഇതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. തീ കുറച്ചും വെക്കാം. ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കും. ചെറിയ തിള വരുമ്പോൾ നമ്മൾ ഓഫാക്കിയിട്ട് വെക്കുക. ചെറിയ തിള വന്നില്ലല്ലേ കറി വേഗം കേടായി പോകും. എടുത്തോണ്ട് തവി കുത്തുന്നല്ലേ, അപ്പം വേഗം മോശമായി. തിള വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓഫ് ആക്കിയിട്ടിട്ട് ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. അപ്പം നമുക്ക് അടുപ്പ് കത്തിച്ച് ഫൈനൽ സ്റ്റേജിലേക്ക് പോവാം. അടുപ്പ് കത്തിച്ച് കുഞ്ഞി കടായി വെച്ച് കൊടുത്തു. അതിൻ്റെ അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പശു നെയ്യ് ഒഴിക്കും അതിൻ്റെ അകത്ത്. ഇപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ. ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ പാകത്തിനുള്ള നെയ്യ്. പിന്നെ നെയ്യ് ഒഴിക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വരും. മാത്രമല്ല ബീഫിന് നെയ്യും കുറവാ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ നെയ്യിൽ അഡ്ജസ്റ്റ് ചെയ്യും. നെയ്യ് ചൂടാട്ടോ കേട്ടോ. അപ്പൊ ചൂടായ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, പിന്നെ ഇതാ അണ്ടിപ്പരിപ്പുണ്ട്, എല്ലാം കൂടെ വഴറ്റുക. ഒന്ന് മൂപ്പിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് വിടുക. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യും, അണ്ടിപ്പരിപ്പും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് കറുത്ത് പോകരുത്. കറുത്ത് പോയാൽ കറിയുടെ ടേസ്റ്റൊക്കെ മാറി. ഉള്ളിയാണേലും അങ്ങനെ തന്നെ കേട്ടോ, കരിഞ്ഞ ചുവ വരും. നമ്മൾക്ക് ഈ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിള്ളേരൊക്കെ പെറുക്കി എറിയാൻ തുടങ്ങും കാണുമ്പോൾ. അപ്പൊ ഞാനത് കണ്ടുകൊണ്ട് കള്ളീനെ പോലെ നോക്കിയിരിക്കും, കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ മൂത്ത് വരട്ടെ. അപ്പൊ ഇതാ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. മൂത്തിട്ടുണ്ടേ. ഇനി മൂത്തത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അകത്തോട്ട് പിശീന്ന് പറഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അധികമായ കറക്കും. ആ നെയ്യും ഇതെല്ലാം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കും. കണ്ട
ഇത് ഭംഗിയാ കാണാനല്ലേ. എന്നിട്ട് നമ്മൾക്ക് ഇത് മൂടി വെക്കണം. അപ്പൊ ഇത് മൂടി വെക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ല് പുറത്തേക്ക് പോകാതിരിക്കാനാണ്. അപ്പൊ ബീഫ് കുറുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് നമുക്ക് അപ്പത്തിന്റെ കൂടെ, ഇടിയപ്പത്തിന്റെ കൂടെ, പിന്നെ വെള്ളയപ്പം, ചപ്പാത്തി, അരിപ്പത്തിരി കൂടെ കഴിക്കാം കേട്ടോ. ഒന്നും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ചോയ്സ്. അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.